റഷ്യയുമൊത്ത് സൈനികാഭ്യാസം നടത്തുന്നതും അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നതും ഇന്ത്യൻ യൂറോപ്യൻ യൂണിയനുമായുള്ള അടുത്ത ബന്ധത്തിന്റെ വഴിയിലെ തടസ്സമാണെന്ന് ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിനുള്ള തന്ത്രങ്ങളെക്കുറിച്ച് ബെൽജിയത്തിലെ ബ്രസൽസിൽ ബുധനാഴ്ച സംസാരിക്കവെയാണ് കല്ലസ് ഇങ്ങനെ വ്യക്തമാക്കിയത്. ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധത്തിലും നയതന്ത്രത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് കൂടുതൽ അടുക്കാനും ഉഭയകക്ഷി സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്താനും പല നേതാക്കളും ശ്രമിക്കുകയാണ്. ആത്യന്തികമായി ഞങ്ങളുടെ ബന്ധം വ്യാപാരത്തിൽ മാത്രം ഊന്നിയുള്ളതല്ല, ചട്ടങ്ങളിൽ അധിഷ്ഠിതമായ അന്താരാഷ്ട്ര ക്രമം സംരക്ഷിക്കുന്നതിനെ ആശ്രയിച്ചുള്ളത് കൂടിയാണ് അവർ വ്യക്തമാക്കി. ബെലറൂസിൽ ഈ മാസം റഷ്യ നടത്തിയ സൈനിക അഭ്യാസത്തിൽ ഇന്ത്യയും ഇറാനും പങ്കെടുത്തിരുന്നു. നാറ്റോ അംഗങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിർത്തിക്കടുത്തായിരുന്നു ഈ അഭ്യാസം. റഷ്യയോടുള്ള നിലപാടിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലുള്ള പിഴച്ചുങ്കം ഉൾപ്പെടെ 50% US ഇന്ത്യക്കാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറക്കുമതി തീരുവ. റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്ക് 100% തീരുവ ചുമത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിന് ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തണമെന്ന USന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ തന്ത്രപരമായ അജണ്ട യൂറോപ്യൻ യൂണിയൻ ബുധനാഴ്ച പുറത്തിറക്കി. പ്രതിരോധ വ്യാവസായിക സഹകരണം, സാങ്കേതിക വിദ്യ, സമുദ്ര സുരക്ഷ, ഭീകരവിരുദ്ധ സഹകരണം എന്നിവ സുഗമമാക്കുന്ന ഒരു EU-ഇന്ത്യ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തം സൃഷ്ടിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അടുത്ത ഇന്ത്യ-EU ഉച്ചകോടിയിൽ അംഗീകരിക്കുന്ന സമഗ്രമായ തന്ത്രപരമായ അജണ്ടയ്ക്കുള്ള യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതിനു ശേഷം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പ്രധാനമന്ത്രി മോദിയോട് സംസാരിച്ചു. ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള യൂറോപ്യൻ യൂണിയന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹത്തിന് ജന്മദിനാശംസകളും നേരുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച അംഗീകരിച്ച പുതിയ തന്ത്രപരമായ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ അജണ്ടയെക്കുറിച്ച് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇന്ത്യ-EU ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യ തയ്യാറാണ്. ഇത് ഞങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധതയും പങ്കിട്ട ലക്ഷ്യവും പങ്കിട്ട ഉത്തരവാദിത്വവുമാണ്. ഉക്രൈൻ സംഘർഷത്തിന്റെ ആദ്യകാലവും സമാധാനപരവുമായ പരിഹാരത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അജണ്ടയെ പ്രശംസിച്ചുകൊണ്ട് എക്സിലെ ഒരു പോസ്റ്റിൽ മോദി വ്യക്തമാക്കി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുമെന്നും വ്യാപാര ചർച്ചകളിലെ പുരോഗതികളെക്കുറിച്ചും ഉക്രൈന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തെ ഫലപ്രദമായി പിന്തുണയ്ക്കുന്നതിന് അവർക്ക് എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും ചർച്ച ചെയ്തതായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ വ്യക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ നികത്താനുള്ള വഴികൾ തേടുമ്പോൾ 2004 തന്ത്രപരമായ പങ്കാളിത്തം ഒരു പുതിയ സമഗ്ര അജണ്ടയുമായി നവീകരിക്കാൻ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ആഗ്രഹിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ സ്വതന്ത്ര വ്യാപാര കരാർ കൈവരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത നേതാക്കൾ ആവർത്തിച്ചെങ്കിലും വ്യാപാര ചർച്ചകളിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. റഷ്യയെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധങ്ങളിൽ ഒരു തടസ്സമായി തുടരുന്നു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ സംഭരണം ഒരു പ്രശ്നമായി തന്നെ തുടരുന്നുവെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലസ് ഉദ്ഘാടന വേളയിൽ ഊന്നി പറയുകയും ചെയ്തു. ആത്യന്തികമായി ഞങ്ങളുടെ പങ്കാളിത്തം വ്യാപാരം മാത്രമല്ല, നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമത്തെ സംരക്ഷിക്കുന്നതുമാണ്. എല്ലാം അംഗീകരിക്കുന്നതുവരെ ഒന്നും അംഗീകരിക്കില്ലെന്ന് വ്യാപാര കരാറിനെ കുറിച്ച് കല്ലാസ് മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരായ താരിഫുകളോ ഉപരോധങ്ങളോ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കഴിഞ്ഞയാഴ്ച 13ാം റൗണ്ട് FTA ചർച്ചകൾ നടത്തി. അടുത്ത മാസം ആദ്യം ബ്രസൽസിൽ മറ്റൊരു റൗണ്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കമ്മീഷണർ മാരോസ് സെഫ്കോവിച്ച് അവസാന റൗണ്ട് ചർച്ചകളിൽ കൂടുതൽ പുരോഗതി പ്രതീക്ഷിക്കുകയായിരുന്നെന്നും പറഞ്ഞു. പ്രതിരോധ സുരക്ഷാ സഹകരണം ഇരട്ടിയാക്കാനും ഇൻഡോ പസഫിക്കിൽ അതിന്റെ പ്രതിച്ഛായ ഉയർത്താനും ഇന്ത്യ യൂറോപ്യൻ യൂണിയനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ രഹസ്യ വിവരങ്ങളുടെ കൈമാറ്റവും സുരക്ഷയും പ്രതിരോധവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശക്തമായ സഹകരണവും സാധ്യമാക്കുന്ന ഒരു വിവര സുരക്ഷാ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇരുപക്ഷവും ആരംഭിക്കുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചു. EU ഉടമ്പടി അടിസ്ഥാനമാക്കിയുള്ള ചട്ടക്കൂടുകൾക്ക് അനുസൃതമായി യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ പ്രതിരോധ സംരംഭങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് ഇത് വഴിയൊരുക്കും. അജണ്ടയിലെ സംയുക്ത ആശയവിനിമയത്തിൽ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പരാമർശവും അജണ്ടയിലുണ്ടായിരുന്നു. ഭീകരതയ്ക്ക് നേരിടേണ്ടി വരുന്ന മനുഷ്യ ചെലവിന്റെ ദുരന്ത ഓർമ്മപ്പെടുത്തലാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ചു. ആഗോള ഭീഷണികൾ, തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം, ഭീകരവാദ ധനസഹായം എന്നിവ വിലയിരുത്തുന്നതിന് ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയും യൂറോപ്യൻ യൂണിയൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.